Hello everyone, welcome back to another video of E-Series Malayalam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള S22 Ultra എന്ന് പറയുന്ന ഫോണും അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള iPhone 13 Proയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഫോണുകളും തമ്മിലുള്ള സിമിലാരിറ്റിയും അതേപോലെ തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ഓക്കെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. അതേപോലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം സാംസങ് S22 Ultra വേഴ്സ് iPhone 13 Pro Max കമ്പാരിസൺ. അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെയും ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഡിസൈനിലാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. വളരെ പ്രീമിയം ലുക്കിലാണ് ഈ രണ്ട് ഫോണുകളുടെയും ഡിസൈനുകൾ വരുന്നത്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിലാണ് ഈ രണ്ട് ഫോണുകളുടെയും ബാക്ക് സൈഡ് ഒരുക്കിയിരിക്കുന്നത്. പ്രീമിയം ലുക്കിൽ അലുമിനിയം ഫ്രെയിമോട് കൂടിയാണ് S22 Ultra വരുന്നത് എന്നുണ്ടെങ്കിലും ഐഫോണിലേക്ക് അത് വരുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ആ ഒരു ഫ്രെയിം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഗ്ലാസ് ബാക്ക് സൈഡാണ് iPhone 13 Pro Maxൽ വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളും IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ഫോണുകളാണ്. ഇനി ഈ രണ്ട് ഫോണുകളും ഏതൊക്കെ കളറുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. iPhone 13 Pro Maxലേക്ക് വരുമ്പോൾ 4 കളറുകളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. ഗോൾഡ്, ഗ്രാഫൈറ്റ്, സിൽവർ ആൻഡ് സിയറ ബ്ലൂ എന്ന് പറയുന്ന 4 കളർ കോമ്പിനേഷനുകളിലാണ് ഐഫോൺ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ S22 Ultrയും നമുക്ക് 4 ബേസ് കളറുകളിൽ ലഭിക്കുന്നുണ്ട്. ഫാൻറ്റം ബ്ലാക്ക്, ഫാൻറ്റം വൈറ്റ് ആൻഡ് ബർഗണ്ടി ആൻഡ് ഗ്രീൻ കളർ, ഈ 4 കളറുകളിലാണ് ലഭിക്കുന്നത്. അതിന് പുറമെ 3 അഡീഷണൽ കളറുകൾ കൂടെ Samsung.comൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റ്, സ്കൈ ബ്ലൂ ആൻഡ് റെഡ് കളറാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് S22 Ultrയിൽ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈസിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണും നോക്കുമ്പോൾ ഹെവി ഫോണാണ്. രണ്ട് ഫോണും നല്ല സൈസുള്ള ഫോണുകളാണ്. എന്നാൽ iPhone 13 Pro Max S22 Ultrയെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹെവിയറും അതേപോലെ തന്നെ കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഫോണുമാണ്. ഇനി ഈ രണ്ട് ഫോണുകളുടെയും ഡിസൈൻ വൈസ് നോക്കാം. നമുക്ക് ഡിസൈനിലേക്ക് വരുമ്പോൾ iPhone 13 Pro Max എന്ന് പറയുന്നത് അതിൻ്റെ എഡ്ജുകൾ കുറച്ച് കർവ്ഡും അതേപോലെ തന്നെ ഫ്ലാറ്റ് ഡിസൈനുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ S22 Ultrയിൽ സ്ക്വയർ എഡ്ജുകളും അതേപോലെ തന്നെ കർവ്ഡ് ഡിസൈനുമാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണിലും ലാർജ് ഡിസ്പ്ലേകളാണ് നൽകിയിരിക്കുന്നത്. 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഐഫോണിൽ വരുന്നത്, iPhone 13 Pro Maxൽ വരുന്നത്. അതേപോലെ തന്നെ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് S22 Ultrയിൽ അവർ നൽകിയിരിക്കുന്നത്. രണ്ട് ഫോണിലും നൽകിയിരിക്കുന്നത് AMOLED ഡിസ്പ്ലേകളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോൺട്രാസ്റ്റ് റേഷ്യോയും അതേപോലെ തന്നെ ഡീപ്പ് ബ്ലാക്ക്, വൈബ്രൻറ്റ് കളേഴ്സ് എന്നിവയും നമുക്ക് രണ്ട് ഡിസ്പ്ലേകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഡിഫറൻസുകൾ കൂടെ ഈ ഒരു രണ്ട് ഡിസ്പ്ലേകളിലും വരുന്നുണ്ട്. iPhone 13 Pro Maxൻ്റെ ഡിസ്പ്ലേയിൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സെറാമിക് ഷീൽഡാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ S22 Ultrയിലേക്ക് അത് വരുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗൊറില്ല ഗ്ലാസ് Victus പ്ലസിൻ്റെ പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. ദെൻ iPhone 13 Pro Maxൻ്റെ ഡിസ്പ്ലേ വളരെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. എന്നാൽ S22 Ultrയിൽ അത് നൽകിയിരിക്കുന്നത് ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. S22 Ultrയിൽ 1750 നിറ്റ്സിൻ്റെ ഡിസ്പ്ലേ നൽകിയപ്പോൾ ഐഫോണിലേക്ക് വരുമ്പോൾ അത് 1200 നിറ്റ്സിൻ്റെ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഐഫോണിലേക്ക് വരുമ്പോൾ അൾട്രാ വൈഡ് ക്യാം, പ്രൈമറി ക്യാമറ, അതേപോലെ തന്നെ ടെലിഫോട്ടോ, ഒരു സെൽഫി ക്യാമറയും, ഈ 4 ക്യാമറകളും 12 മെഗാ പിക്സലിൻ്റെ ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സാംസങ് ഗാലക്സി S22 Ultrയിലേക്ക് വരുമ്പോൾ 5 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അൾട്രാ വൈഡ്, പ്രൈമറി, ടെലിഫോട്ടോ, പെരിസ്കോപ്പിക് ആൻഡ് സെൽഫി ക്യാമറ, ഇങ്ങനെ 5 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ അൾട്രാ വൈഡ് 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്.
പ്രൈമറി ക്യാമറ വരുന്നത് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ടെലിഫോട്ടോയും പെരിസ്കോപ്പിക് ക്യാമറയും വരുന്നത് 10 മെഗാ പിക്സലിൻ്റെതാണ്. അതേപോലെ തന്നെ സെൽഫി ക്യാമറ വന്നിട്ട് 40 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറയും ഈ സാംസങ്ങിൻ്റെ S22 അൾട്രയിൽ കൊടുത്തിട്ടുണ്ട്. S22 അൾട്രയിൽ 10 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ 10x100 ടൈംസ് ഇതിന് ഒപ്റ്റിക്കൽ സൂമിംഗ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഐഫോണിലേക്ക് വരുമ്പോൾ മാക്സിമം 15 ടൈംസ് മാത്രമാണ് സൂമിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഈ രണ്ട് ഫോണുകളുടെയും പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ iPhone 13 Pro Maxൽ A15 Bionic ചിപ്പാണ് വരുന്നത്. അവരുടെ തന്നെ A15 Bionic എന്ന് പറയുന്ന ചിപ്പാണ് വരുന്നത്. എന്നാൽ ഗാലക്സി S22 അൾട്രയിലേക്ക് വരുമ്പോൾ Qualcomm Snapdragon 8th ജനറേഷൻ ഫസ്റ്റ് ചിപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ സാംസങ് Exynos 2200 എന്ന് പറയുന്ന ഒരു ചിപ്പും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ iPhone 13 Pro Maxൽ 6GB റാമാണ് ലഭിക്കുന്നത്. എന്നാൽ S22 അൾട്രയിൽ 8GB ഓർ 12GB റാമിലാണ് S22 അൾട്ര വരുന്നത്. iPhone iOS 15ലും അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ S22 അൾട്ര എന്ന് പറയുന്ന ഫോൺ ആൻഡ്രോയിഡ് 12ലുമാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് ആണ് ഗാലക്സി S22 അൾട്രയിൽ ഒരു എസ് പെൻ വരുന്നുണ്ട് എന്നുള്ളത്. എസ് പെന്നിൻ്റെ ഉപയോഗം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ അതുകൊണ്ടുണ്ട്. നമുക്ക് നോട്ട് എഴുതുന്ന പോലെ നമുക്ക് ഫോണിൽ ഈ ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതാനും അവ മായ്ക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഈ ഒരു എസ് പെന്നിൽ ലഭ്യമാണ്. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ ഐഫോണിന് 4377 mAhൻ്റെ ബാറ്ററി ലഭിക്കുമ്പോൾ അത് S22 അൾട്രയിലേക്ക് വരുമ്പോൾ 5000 mAhൻ്റെ ഒരു കരുത്തുറ്റ ബാറ്ററിയാണ് ഈ ഒരു S22 അൾട്രയിൽ അവർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ iPhone 13 Pro Maxന് 20 വാട്ടിൻ്റെ ചാർജിങ് ലഭിക്കുമ്പോൾ അത് S22 അൾട്രയിലേക്ക് വരുമ്പോൾ 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളിലും വയർലെസ് ചാർജിങ് സാധ്യമാണ്. ഐഫോണിൽ 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും അതേപോലെ S22 അൾട്രയിലേക്ക് വരുമ്പോൾ 15 വാട്ടിൻ്റെ ഒരു QI വയർലെസ് ചാർജിങ്ങുമാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് iPhone 13 Pro Maxും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഏറ്റവും നല്ല ഒരു ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി S22 അൾട്രയും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതേപോലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.